കണ്ണൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. ഇപ്പോൾ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുകയാണ്. അജി, അദ്ദേഹത്തിന്റെ പ്രസംഗം അജി കേട്ടു എന്ന് തന്നെ കരുതുകയാണ്. അജി, വലിയ രീതിയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും സുപ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മോൻസൺ മാവുങ്കലുമായുള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അജി, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭദ്ര, ഈ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മോഹൻലാലിനെതിരെ, ചലച്ചിത്ര താരം മോഹൻലാലിനെതിരെ വെളിപ്പെടുത്തലുമായി സുധാകരൻ വന്നു എന്നുള്ളതാണ് ഗൗരവമേറിയ ഒരു വെളിപ്പെടുത്തലായി ഇന്നത്തെ കണ്ണൂരിൽ നടന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തെ നമ്മൾ കാണേണ്ടത്. കാരണം ഇത്രയും നാളും അദ്ദേഹം ഈ കേസ് എടുത്തതിനെതിരെയും അതിൻ്റെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ചലച്ചിത്ര താരമായ മോഹൻലാൽ ഉണ്ടായിരുന്നു. ആ മോഹൻലാൽ അടക്കമുള്ള നിരവധി പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഈ വീട്ടിൽ വന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കെതിരെ കേസെടുക്കാതെ തനിക്കെതിരെ കേസെടുത്തത്? തനിക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം തന്നെ വ്യാജമാണ്. അത് സർക്കാർ തനിക്കെതിരെ കേസെടുക്കാൻ സർക്കാരിന് കഴിയും, പക്ഷേ ശിക്ഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ താൻ നിരപരാധിയാകുമെന്ന് തന്നെയാണ് കോടതി പറയുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സുധാകരൻ പറഞ്ഞത്. ഒപ്പം തന്നെ സുധാകരൻ്റെ ഈ വെളിപ്പെടുത്തൽ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ പേര് ഇതിനു മുൻപ് ഒന്നും തന്നെ പരാമർശിക്കപ്പെട്ട സാഹചര്യങ്ങളൊന്നും തന്നെയും ഇല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ മോഹൻലാലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തപ്പോൾ അതിനെ മറ്റൊരു മാനങ്ങളിലേക്കാണ് ഈ മോൺസൺ മാവുങ്കൽ കേസ് പോകുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്കതിനെ വിലയിരുത്താം. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പല ഘട്ടങ്ങളിലായും സുധാകരൻ പറയാറുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും കണ്ണൂരിൽ പറഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാലിനെതിരെയുള്ള വെളിപ്പെടുത്തൽ മാത്രമാണ് പുതിയതായി അദ്ദേഹത്തിന് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം കൂടി, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരികയും UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ അഴിമതികൾക്കെതിരെ കേസെടുക്കുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് സുധാകരൻ പറഞ്ഞത്. ഭദ്ര, അജി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്കാണ് സുധാകരൻ ഈ മോൺസൺ മാവുങ്കലിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ ഉയർന്നത് ഈ സുധാകരനെതിരെ. ആ സമയത്ത് ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് സുധാകരൻ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു, ആ കുട്ടി സഹായം ചോദിച്ചിട്ട് പോലും സുധാകരൻ അതിന് മുതിർന്നില്ല എന്നൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ആരോപണം വന്നതിന് പിന്നാലെ സുധാകരൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞിരുന്നില്ല എന്ന്. ആ ഒരു ചോദ്യം ഇപ്പോൾ സുധാകരന്റെ ഈ ഒരു വെളിപ്പെടുത്തലിലും വരുന്നില്ലേ അജി? അതായത് ഈ മോഹൻലാലിന്റെ പേര് ഇപ്പോഴാണോ പറയേണ്ടത്? ഈ കേസ് വന്ന സമയത്ത് ഒന്നും തന്നെ പറയാതെ ഇപ്പോഴാണോ മോഹൻലാലിന്റെ അടക്കം പേര് പറയേണ്ടത്? തീർച്ചയായും ഭദ്ര, ആ കാര്യം നമുക്ക് സുധാകരനോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞതെന്ന് ഭദ്ര ചോദിച്ച ചോദ്യം തീർച്ചയായും അത് സുധാകരനോട് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അന്നൊന്നും തന്നെയും സുധാകരൻ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ പേര് ഇപ്പോൾ അദ്ദേഹം പരാമർശിച്ചത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് എന്നുള്ളത് സുധാകരനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭദ്ര, ശരി അജി, വ്യക്തമാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിലാണ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ കെ സുധാകരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. മോൺസൺ മാവുങ്കൽ കേസിൽ തന്നെ പ്രതിയാക്കാൻ നോക്കേണ്ട മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെ കേസ് കൊണ്ടുവരാൻ സാധിക്കും, പക്ഷേ തന്നെ ശിക്ഷിക്കാൻ കോടതിക്ക് മാത്രമേ സാധിക്കൂ. നിരവധി തവണ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും തൻ്റെ മുടിയിൽ പോലും തൊടാൻ സുധാകരന് സാധിച്ചില്ല എന്നുള്ള മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ള ഗുരുതരമായ ആരോപണവും സുധാകരൻ പറഞ്ഞു.